ഞങ്ങളുടെ ക്രിസ്തീയ അഭിവാദനങ്ങൾ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. ഈ ദേശത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ മുഖാന്തരമായത് യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ഈ ലോകത്തിൽ നാം കണ്ണോടിച്ചു നോക്കിയാൽ അസമാധാനം കൊണ്ട് നിറയപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അത് മാത്രമല്ല, നാം പത്രമാധ്യമങ്ങൾ നിരന്തരം വായിക്കുമ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അനേക ആത്മഹത്യകൾ, അനേക മരണങ്ങൾ, അനേക അനിഷ്ട സംഭവങ്ങൾ, കൊലപാതകങ്ങൾ, മോഷണങ്ങൾ, അങ്ങനെയുള്ള നിരവധി അധാർമിക പ്രവർത്തികൾ നടക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ഇതിന്റെയൊക്കെ പുറകിൽ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അവനിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കുടികൊള്ളുന്ന പാപം അവനെ അധാർമിക പ്രവർത്തികളിലേക്ക് നയിക്കുന്നു. അത് മാത്രമല്ല, സമാധാനത്തിനു വേണ്ടി, സ്വസ്ഥതയ്ക്ക് വേണ്ടി മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി മ്ലേച്ഛകരമായ പ്രവർത്തികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വളരെ പ്രസക്തിയുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് നാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, ഒരു ഭവനത്തിലെ 3 പെൺകുഞ്ഞുങ്ങൾ തങ്ങളുടെ പ്രാണനെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടമായി. എന്താണ് കാരണമെന്ന് നാം പഠിക്കുമ്പോൾ അതിന്റെ പുറകിൽ നാം കണ്ടത് മൊബൈൽ ഫോണിന് അഡിക്റ്റായ ഒരു തലമുറ. അതേ പ്രിയമുള്ളവരെ, അനേക തലമുറകൾ പല നിലയിലുള്ള അഡിക്ഷൻസിന് വിധേയരായി കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. മാതാപിതാക്കൾക്കോ അധ്യാപകർക്കോ മുതിർന്നവർക്കാർക്കും അവരെ മടക്കിക്കൊണ്ടുവരുവാൻ, ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ കഴിയാതിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിലും അനേക തലമുറകളുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട്, സന്തോഷം നഷ്ടപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സമയത്താണ് നാം ആയിരിക്കുന്നത്. തലമുറകളെ ചൊല്ലിക്കരയുന്ന അനേക മാതാപിതാക്കളുള്ള ഒരു കാലഘട്ടം. അതേ പ്രിയമുള്ളവരെ, ഇതിന്റെയൊക്കെ പുറകിൽ വ്യാപരിക്കുന്നത് മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പ്രസ്താവിക്കുന്ന തിരുവെഴുത്ത് ഇപ്രകാരം വിളിച്ചു പറയുന്നു: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അതേ പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്ന് മോചനം മനുഷ്യന് ആവശ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പാപത്തിന് അധീനരായ മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം നേടണമെന്നുള്ള ആഗ്രഹത്തോടെ പല നിലകളിൽ അവരുടെ മതാചാര പ്രകാരമുള്ള എല്ലാ ക്രിയകളും കർമ്മങ്ങളും ചെയ്തു വരുമ്പോൾ, ക്രിയകൾക്കോ കർമ്മങ്ങൾക്കോ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കഴിയാതെ അധാർമിക പ്രവർത്തികളിലേക്ക്, അരാജകത്വങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു: എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. അതേ പ്രിയമുള്ളവരെ, നിത്യമായ സമാധാനവും നിത്യമായ രക്ഷയും നൽകുവാൻ കഴിവുള്ള ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഇന്ന് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ. പാപത്തിൽ നിന്നുള്ള മോചനം യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ ലോകത്തിൽ അനേക രക്ഷകരായി കടന്നു വന്നിട്ടുണ്ട്. അനേക തത്വശാസ്ത്രങ്ങളും അനേക ചരിത്ര മൂല്യങ്ങളുമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ഒത്തിരി അരാജകത്വ പ്രവർത്തനങ്ങൾ നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷിപ്പാൻ മാറി മാറി വരുന്ന രാഷ്ട്രീയ സംഹിതകൾക്കോ
പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിത്യമായ രക്ഷ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതേ പ്രിയമുള്ളവരെ, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹത്തെ നോക്കി യേശു വിളിച്ചു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അതെ പ്രിയമുള്ളവരെ, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ജനസമൂഹത്തോട് ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, നിത്യമായ ഒരു രക്ഷയുണ്ട്. പാപത്തിൽ നിന്ന് നിത്യമായ ഒരു മോചനമുണ്ട്. അനേക വർഷങ്ങൾക്ക് മുമ്പ്, 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി. അനേക പ്രിയപ്പെട്ടവർ രക്ഷകരായി കടന്നു വന്ന ഈ ലോകത്തിൽ മരണത്താൽ അവരെല്ലാം അസ്തമിച്ചു പോയപ്പോൾ, മരണത്തിനപ്പുറം ഈ ലോകത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ഞങ്ങൾ സേവിക്കുന്ന യേശു ക്രിസ്തുവാണ്. അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ഇന്നും യേശു ക്രിസ്തുവിന്റെ കല്ലറ തുറന്നു കിടക്കുകയാ. അവിടെ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. അനേക പ്രിയപ്പെട്ടവരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ, മനുഷ്യരെ രക്ഷിക്കാമെന്ന് പറഞ്ഞ പലരും മരണം കൊണ്ട് അസ്തമിച്ചു പോയപ്പോൾ, ഏക രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം, യേശു ക്രിസ്തു മാത്രമേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുള്ളൂ. ഇന്നും യേശു ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നടുവിൽ യേശുവിന്റെ സാക്ഷ്യവുമായി കടന്നു വന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഈ ദേശത്ത് ഇങ്ങനെ കടന്നു വന്ന് ലജ്ജ കൂടാതെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അതെ, ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങൾക്ക് പാപമോചനം നൽകിയ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ അകത്ത് സമാധാനം നൽകിയ ഈ യേശു ക്രിസ്തുവിനെ ലജ്ജ കൂടാതെ വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അതേ പ്രിയമുള്ളവരെ, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സമാധാനവും നിത്യമായ രക്ഷയും നിങ്ങളും അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലോ ആയിക്കോട്ടെ, ഏത് പ്രതിസന്ധിയിലോ, ഏത് രോഗത്തിന്റെ നടുവിലോ, ഏത് അസമാധാനത്തിലോ നിങ്ങൾ ആയിക്കോട്ടെ, എന്നാൽ നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരം നൽകുവാൻ കഴിവുള്ള, നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതേ പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണെന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. കാരണം ഞാൻ ഓർപ്പിച്ചു, യേശു ക്രിസ്തു മാത്രമേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത്, എന്തിനാണ് അടക്കപ്പെട്ടത്, എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത് എന്ന് ചുരുക്കമായി നിങ്ങളോട് വിളിച്ചു പറയട്ടെ. അതേ പ്രിയമുള്ളവരെ, മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത്. കാളകൾക്കോ ആട്ടുകൊറ്റന്മാർക്കോ മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരങ്ങൾ തരുവാൻ കഴിയാതിരുന്നപ്പോൾ, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയപ്പാനിടയായി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, പിതാവായ ദൈവം സകല മാനവ ജാതിയെയും സ്നേഹിച്ചതുകൊണ്ടാണ് പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയപ്പാനിടയായത്. പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിച്ച് പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി, ഒരു ജനസമൂഹത്തിനു വേണ്ടി മാത്രമല്ല, സകല മാനവ ജാതിയുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു കാൽവറിയിൽ യാഗമായത്. യേശു ക്രിസ്തു ഒരു മത നേതാവല്ല, ഒരു ചരിത്ര പുരുഷനാണെങ്കിലും യേശു ക്രിസ്തു ഒരു മതത്തെയും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ ഒരു മതത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ കടന്നു വന്നവരുമല്ല. അതേ പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശു ക്രിസ്തു മാത്രമാണ്
യാഗമായി തീർന്ന യാതൊരു വ്യക്തിയും ഈ ലോകത്തിലില്ല. ഒരു അപകടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ വിട്ടേച്ചു പോകുന്ന സുഹൃത്തുക്കളെ പോലെയോ ഭവനക്കാരെ പോലെയോ അല്ല യേശു ക്രിസ്തു. തന്റെ അവസാന തുള്ളി രക്തം വരെയും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഊറ്റിത്തന്ന് പരമയാഗമായി തീർന്ന് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു യേശുവിനെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉയർത്തി കാണിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഏക രക്ഷകനാണ്. യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യന് മരണം സുനിശ്ചിതമാ. ഏത് നിമിഷത്തിലാണ് മരിക്കുന്നത് എന്ന്, ഏത് സാഹചര്യത്തിലൂടെയാണ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് എന്ന് ഒരു മനുഷ്യനും മുന്നമേ തീരുമാനിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യനും മരണം നിശ്ചയമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നാമത്തെ കൈക്കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം യേശു കർത്താവ് നൽകുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്ന് ആരൊക്കെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുന്നുവോ അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പകൽക്കാലം യേശു കർത്താവിന് മനസ്സുണ്ട്. അതേ പ്രിയമുള്ളവരെ, ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ യേശു പ്രകാരം വിളിച്ചു പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ ആരോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. അതെ, യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടമൊന്ന് തുറന്നു കൊടുത്താൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വസിപ്പാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അധിവസിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശുവിനെയാണ് ഞങ്ങൾ ഇന്ന് പകൽ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. അതേ പ്രിയമുള്ളവരെ, മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. മറിച്ച് നമ്മുടെ ഹൃദയമാകുന്ന കവാടത്തിൽ, ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്ന യേശുവിനെയാണ് ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിക്കോട്ടെ, നിങ്ങൾ ഏത് വിഷയത്തിന്റെ മുന്നിൽ ഭാരപ്പെടുന്ന വ്യക്തിയായിക്കോട്ടെ, വിഷയത്തിന്റെ പരിഹാരം വരുത്തുന്നവനായ യേശു മാത്രമല്ല, നമ്മുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന, നമ്മുടെ സകല പാപത്തെയും